ഒതുക്കിയവാൾ വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം എൻ്റെ 9-ാമത്തെ വാക്യം. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്വസ്ഥത. ഹല്ലേലൂയ. പ്രൈസ്. ഒരു സ്വസ്ഥത അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യകരമായ അനുഭവം. നമ്മൾ സ്വസ്ഥത അനുഭവിക്കുക, സന്തോഷത്തോടുകൂടി ജീവിക്കുക, സമാധാനത്തോടുകൂടി ജീവിക്കുക, ജീവിതത്തിൽ ആമയുള്ള പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഒരാശ്വാസത്തോടു കൂടിയൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതത്തിൽ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം കർത്താവ് സ്വസ്ഥമായി ഇരുന്നത് പോലെ കർത്താവിന് സന്നിധിയിൽ വന്ന് സ്വസ്ഥമായിട്ടിരുന്ന ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്നതും അതൊരു മഹത്വമാണ്, അതൊരു സ്വസ്ഥതയാണ്, സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇവിടെ നാം വചനമായി ഭൂമിയിലുള്ള വിശ്രമങ്ങളും നിത്യതയിലുള്ള വിശ്രമങ്ങളും ഉണ്ട്. ഭൂമിയിൽ ദൈവം നമുക്ക് വിശ്രമം തന്നിട്ടുണ്ട്, നിത്യതയിലും ദൈവം നമുക്ക് വിശ്രമം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഭൂമിയിലെ വിശ്രമം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 24 മണിക്കൂർ ലഭിക്കുന്നതിൽ 8 മണിക്കൂർ നമുക്ക് ജോലിയും 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂറൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് അങ്ങോട്ട് കൃത്യമായിട്ട് പോകുന്നില്ലെങ്കിലും നമുക്ക് ഭൂമിയിൽ ഒരു വിശ്രമമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഹല്ലേലൂയ നമുക്ക് നിത്യതയിലും ഒരു വിശ്രമം വെച്ചിട്ടുണ്ട്. നിത്യത എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും നമുക്ക് സ്വസ്ഥതയാണ്, വിശ്രമമാണ്. ഹല്ലേലൂയ. അപ്പൊ നിത്യതയുള്ള വിശ്രാമത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്കുണ്ട് എന്ന് ആനന്ദത്തോടെ പറയുന്നു. അതാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ് സ്വസ്ഥത എന്ന് പറയുന്നത്, വിശ്രമം എന്നുള്ളത്. അത് നിത്യതയിൽ നമ്മൾ അനുഭവിക്കുവാൻ കഴിയാതെ പോയാൽ നമ്മുടെ ജീവിതം എത്ര പരാജയമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നിത്യതയിൽ നമുക്കുള്ള വാഗ്ദത്തത്തെ അനുഭവിക്കാൻ കഴിയുന്നതാണ് ഈ ഭൂമിയിൽ ഏറ്റവും നല്ല പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ ഭൂമി നിങ്ങൾ വിശ്രമിക്കുകയും സ്വസ്ഥത അനുഭവിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിത്യതയിൽ ആ വിശ്രാമം കിട്ടുമോ, ആ സ്വസ്ഥത കിട്ടുമോ, അത് നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഹല്ലേലൂയ. മനുഷ്യൻ മരിച്ചതിന് ശേഷമല്ല സ്വസ്ഥതയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്, വിശ്രമത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. മനുഷ്യൻ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ മരണാനന്തര ജീവിതം, അത് വിശ്രമം, സ്വസ്ഥത, അത് എവിടെയായിരിക്കും? അത് സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവന്റെ സ്വസ്ഥതയെ പ്രവേശിപ്പാൻ വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി ഹല്ലേലൂയ എന്ന് വരാതിരിപ്പാൻ. നമുക്കത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ എന്ത് ചെയ്യണം? നാം ദൈവത്തെ ഭയപ്പെടണം. ലോകം താൽക്കാലികമാണ്. ഈ കാണുന്ന ലോകം അങ്ങനെ തീക്ക് വേണ്ടി സൂക്ഷിച്ചത് ഒരുപിടി ചാരമായി മാറുന്ന ദിവസമുണ്ടെന്ന് 2 പത്രോസ് ലേഖനം ഹല്ലേലൂയ 3-ാം അധ്യായം ഹല്ലേലൂയ 8-ാം വാക്യമൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ ഈ 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം വായിക്കണം കേട്ടോ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും കർത്താവിൻ്റെ വരവിൽ സംഭവിക്കുന്നതിനെ കുറിച്ചും ഒക്കെ അവസാന നാളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്കൊരു സ്വസ്ഥതയെ ദൈവം വെച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ആമി സ്തോത്രം. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഹല്ലേലൂയ ഈ ശേഷിച്ചിരിക്കാനും മുമ്പേ സ്വതവർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും. മുമ്പോട്ടായിരുന്ന അനവധി ആളുകൾ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ അനുസരണക്കേട് മുഖാന്തരം നിത്യനരകത്തിലേക്ക് പോയി. എന്നിട്ട് ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇനി അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. അപ്പൊ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിച്ചെങ്കിലും അവിടെ അവർക്ക് പൂർണ്ണമായ സ്വസ്ഥതയില്ല. ഭൂമിയിൽ ലഭിച്ച സ്വസ്ഥതയാണ്, നിത്യതയിലെ സ്വസ്ഥത അവർക്ക് ലഭിച്ചില്ല. അതുകൊണ്ടാണ് യോശുവയിലെ കൂടെ സ്വസ്ഥത ലഭിച്ചിരുന്നുവെങ്കിൽ പിന്നെ സ്വസ്ഥതയെക്കുറിച്ച് പറയേണ്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ യോശുവയിലൂടെ വാഗ്ദത്ത കനാലിലേക്ക് പ്രവേശിച്ചാൽ സ്വസ്ഥത കിട്ടാതെ പലരും അനുസരണക്കേടിനാൽ തകർന്നപ്പോൾ ഇപ്പോൾ ഈ സ്വസ്ഥതയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നമുക്കത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ദൈവത്തെ ഭയപ്പെടാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇവിടെ വചനം പറയുന്നത് മോശയുടെ നേതൃത്വത്തിന് കീഴിലായിരുന്നപ്പോൾ അനുസരണക്കേട് കാണിച്ചവർ വാഗ്ദത്ത ദേശത്ത് എത്തുകയോ സ്വസ്ഥത പ്രാപിക്കുകയോ ചെയ്തില്ല. യോശുവയുടെ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള ഒരു പുതിയ തലമുറയാണ് കാനാനിൽ പ്രവേശിച്ചത്. എന്നാൽ ഏകദേശം അല്ലെങ്കിൽ 500 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ വാഗ്ദത്തമായ സ്വസ്ഥതയെക്കുറിച്ച് ദാവീദ് മുഖാന്തരം മറ്റൊരു സന്ദർഭം നൽകിയെന്നാണ് നമ്മൾ 7-ാം വാക്യത്തിൽ വായിച്ചത്. അല്ലെങ്കിൽ അനുസരിക്കുവാൻ നൽകിയിരുന്ന ആ കാലയളവ് അല്ലെങ്കിൽ ഇന്ന് എന്ന പദം കൊണ്ട് വിശേഷിക്കുക. അപ്പോൾ കനാനിലായിരുന്ന ആ വർഷം, കനാനിലായിരുന്ന കാലഘട്ടം സ്വസ്ഥത അനുഭവിച്ച് വിശ്രമിച്ച് ആ സ്വർഗീയ കനാൻ വിട്ട് ദൈവിക കനാനിലേക്ക്, ആ സ്വർഗീയ കനാനിലേക്ക് അല്ലെങ്കിൽ സ്തോത്രം നമുക്കറിയാം വാഗ്ദത്ത കനാൻ വിട്ടിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ജീവിതം കഴിഞ്ഞിട്ട് സ്വർഗീയ കനാനിൽ പ്രവേശിപ്പാൻ ആ ജനം അനുസരിക്കുമോ എന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് എന്നൊരു ദിവസം, അതുകൊണ്ടാണ് പിന്നത്തെ ദാവീദ് ഇതിനെക്കുറിച്ച് ഓർപ്പിക്കുവാനും അപ്പോസ്തലനായ പൗലോസ് ഇബ്രായ ലേഖനത്തിൽ ഇത് വീണ്ടും ആവർത്തിക്കുവാനും കഴിയുന്നത്. അപ്പൊ ഇന്ന് എന്ന പദം കൊണ്ട് വിവരിക്കുക, ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന വിശ്രമത്തിലേക്ക് പ്രവേശിപ്പാനുള്ള ആഹ്വാനങ്ങളുടെ ഒരു കാരണമാണ് ഇത്. അല്ലെങ്കിൽ യോശുവ വരുത്തിയ സ്വസ്ഥതയെ താൽക്കാലികം മാത്രമായിരുന്നു. യോശുവ വരുത്തിയ സ്വസ്ഥത വളരെ താൽക്കാലികം മാത്രമാണ്. അത് നിത്യതയിൽ നിത്യമായിട്ടുള്ളതല്ലായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ദൈവം നിനക്ക് നിത്യമായൊരു വിശ്രമത്തെ തരുവാൻ, നിത്യമായ സ്വസ്ഥതയെ തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടെ നീ ഒരുപാട് കഷ്ടതയും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ഒക്കെ അനുഭവിച്ച് കടന്നു പോകുന്ന വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ സമാധാനം സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ല. ഏതൊരു വിഷയത്തിന്റെ നടുവിലും പ്രതിസന്ധികൾ നീ അനുഭവിക്കുന്നുണ്ട്. ഒരു വിഷയം മാറുമ്പോൾ അടുത്ത വിഷയം ഒന്നിനു പുറകെ ഒന്ന്. പണ്ടുള്ള പിതാക്കന്മാർ കൂനിമേൽ കുരു എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ അവസ്ഥ. അങ്ങനെ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയത്തില്ല. യോശുവ വരുത്തിയ താൽക്കാലിക സ്വസ്ഥത സ്വസ്ഥതയല്ലായിരുന്നു, അത് നിത്യവിശ്രമമല്ലായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ നിത്യമായ സ്വസ്ഥതയെ, ആ വിശ്രമത്തെയാണ് നാം ഈ നാളുകളിൽ പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ ക്രൈസ്തവരുടെ കല്ലറകളിലേക്ക് പോകുമ്പോൾ കല്ലറകളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. ഭൂരിപക്ഷം കല്ലറകളും RIP എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം കല്ലറകളിലും RIP എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ വിശ്രമിക്കുക എന്നാണ് അവിടെ പറയുന്നത്. അതിന്റെ അർത്ഥം RIP എന്ന സമാധാനത്തോടെ വിശ്രമിക്കുക എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ മരണം എന്നത് ദൈവജനങ്ങൾക്ക് വിശ്രമിക്കുവാനുള്ള ഒരു അനുഭവമാണ്. മരണം എന്ന് പറയുന്നത് ദൈവമക്കൾ വിശ്രമിക്കുവാനുള്ള ഒരു അവസരമാണ്. യഥാർത്ഥത്തിൽ മരണത്തെ ദൈവമക്കൾ സ്വീകരിക്കുമ്പോൾ ആ മരണം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന സ്വസ്ഥത, ആ വിശ്രമത്തെ നാം തിരിച്ചറിയണം. ഭൂമി ജീവനോടെ ഇരിക്കുമ്പോൾ. അല്ലെങ്കിൽ മരണസമയത്ത് വിശുദ്ധന്മാരുടെ ശരീരം ഭൂമിയിൽ അടക്കം ചെയ്യുന്നുവെങ്കിലും അവരുടെ ആത്മാവ് ശോഭിതമായി സ്വർഗരാജ്യത്തിൽ ദൈവസനയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ കണ്ണുനീരോ വേദനയില്ല. എല്ലാ ശവശരീരങ്ങളും മണ്ണിലടക്കം ചെയ്യുന്നു. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം. ചിലരൊക്കെ കത്തിച്ചു കളയുന്നുണ്ട്, ദഹിപ്പിച്ചു കളയുന്നുണ്ട്, മറ്റുള്ളവരൊക്കെ മണ്ണിലടക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും ശരീരം മണ്ണിലടക്കിയാലും അല്ലൊരിയ ചിലതൊക്കെ പൊടിയിൽ മുങ്ങിപ്പോകുന്നു, അപകടത്തിൽ മരിച്ചു കാണാതെ പോകുന്നുണ്ട്, തീ കത്തിപ്പോകുന്നുണ്ട്. പല വിധത്തിലാണ് മറ്റേ ശരീര അവശേഷങ്ങൾ നശിക്കുന്നത്. എവിടെയൊക്കെ മൺമറഞ്ഞെന്ന് പോലും അറിയില്ല. അങ്ങനെ എങ്കിലും ഭൂമിയിലെ വിശുദ്ധന്മാർ മരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച, പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിച്ച, യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ച, രക്ഷകരെന്ന് വിശ്വസിച്ച, വീണ്ടെടുപ്പുകാരൻ വിശ്വസിച്ച, പാപത്തിന് പരിഹാരമായി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചു. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 നാൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. അവൻ മധ്യാകാശത്തിൽ വരും. ആ മധ്യാകാശത്തിൽ വരുമ്പോൾ മുമ്പ് മരിച്ചുപോയി വിശുദ്ധന്മാരൊക്കെ വിശ്രമിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അന്ന് ജീവനോടെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് ആ നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുന്നുള്ള പ്രത്യാശയാണ് പ്രിയരെ നമുക്ക് വേണ്ടിയത്. ഹല്ലേലൂയ. ആ പ്രത്യാശ നിങ്ങൾക്കുണ്ടോ? ഹല്ലേലൂയ. ആ പ്രത്യാശയിലേക്ക് നാം ആ പ്രത്യാശയിലേക്ക് വരണം കേട്ടോ. രക്തം ചെയ്യും. അപ്പൊ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ലഭിക്കുന്ന ഒരു നിത്യവിശ്രമമുണ്ട്. ഹല്ലേലൂയ. മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാം ആ ഒരു ശോഭിതമായ സ്വർഗരാജ്യത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ കണ്ണുനീരോ ദുഃഖങ്ങളോ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്.
ആ ദൈവവചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആമീൻ, നീയോ അവസാനം വരുമ്പോൾ പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി കർത്താവിന് വേണ്ടി ശക്തമായി ആമീൻ നിന്ന വ്യക്തിയെ ബാബേൽ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയെങ്കിലും തങ്ങളെ ആമീൻ ബാബേലിലെ രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടോ അവന്റെ ഭക്ഷണം കൊണ്ട് തന്നെ അശുദ്ധമാക്കാതെ രാജകീയ പ്രൗഢിയിൽ ജീവിക്കാൻ അനുവാദം ഉണ്ടായിട്ടും ആമീൻ ബാബിലോണിലെ യാതൊരു സംസ്കാരം കൊണ്ടും ജീവിതം കൊണ്ടും ഒരു സാഹചര്യങ്ങൾ കൊണ്ടും ഒരു ഭക്ഷണം കൊണ്ടും ഒരു വീഞ്ഞു കൊണ്ടും ആമീൻ തന്നെ അശുദ്ധമാക്കാതെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച ദാനിയേൽ, ഹല്ലേലൂയ. ദാനിയേലിന്റെ മരണസമയത്ത് നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എന്താണ്? അല്ലെ, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഈ ഒരു പ്രത്യാശ നമുക്ക് വേണം. ഇന്ന് ഈ വേർപെട്ട കൂട്ടങ്ങളെല്ലാം ഈ വാക്യങ്ങൾ പറയാറുണ്ട്. രക്ഷിക്കപ്പെട്ടവരും പറയാറുണ്ട്, രക്ഷിക്കപ്പെടാത്തവരും പറയാറുണ്ട്. ഈ വേർപെട്ട കൂട്ടങ്ങളെ പെന്തക്കോസ് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിനകത്ത് എല്ലാവരും ഇങ്ങനെ വേർപെട്ട കൂട്ടമാണല്ലോ പറയുന്നത്. അതിനകത്ത് രക്ഷിക്കപ്പെടാത്തവരുണ്ട്. രക്ഷിക്കപ്പെടാത്തവരോ മാനസാന്തരപ്പെടാത്തവരോ സ്നാനപ്പെടാത്തവരോ കർത്താവിന്റെ തിരുമേശ ഇല്ലാത്തവരൊക്കെ ഉണ്ട്. രക്ഷയില്ലെന്ന് പറയുന്നവർ, മാനസാന്തരമില്ലെന്ന് പറയുന്നവർ, കർത്താവ് വന്നു പോയെന്ന് പഠിപ്പിക്കുന്നവര്, സ്തോത്രം, പിതാവ് മാത്രം മതി, പുത്രൻ വേണ്ട, പരിശുദ്ധന്മാവ് വേണ്ട, രോഗശാന്തിയില്ല, ബോധശാന്തിയില്ല, വീര്യപ്രവർത്തികളില്ല, അത്ഭുതങ്ങൾ, അടയാളങ്ങളിൽ, അതൊക്കെ പണ്ടാണൊക്കെ നിന്നുപോയി, ഇനി അതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ദേവദാസി സമ്പ്രദായമുള്ള വേർപെട്ട കൂട്ടങ്ങളുണ്ട്. ദേവദാസി സമ്പ്രദായമുള്ള വേർപെട്ട സഭകളുണ്ട്. നിങ്ങൾക്കറിയാതാ, ഞാൻ പറയുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് അല്ലെങ്കിൽ ദുരുപദേശങ്ങളെ നിറയപ്പെട്ട അനവധി സഭകൾ, വേർപെട്ട കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പെന്തക്കോസിന്റെ മൂടുപടം ധരിച്ചു നിൽക്കുന്നവരുണ്ട്. എന്നാൽ അതിനകത്തുനിന്നും വിശുദ്ധന്മാർക്ക് മാത്രമേ ഉയർപ്പ് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ചിലർക്ക് രക്ഷയില്ല, മാനസാന്തരമില്ല. ചിലർക്ക് രക്ഷയില്ല, മാനസാന്തരം, വീണ്ടെടുപ്പുമില്ല. അവരിങ്ങനെ കൈകൊട്ടി പാടുന്നു, തമ്മിലടിച്ച് പാടുന്നു. ആരെയാണ് പാടുന്നത്, ആരെയാണ് സ്തുതിക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. ജീവിക്കണം അത്രമാത്രം. എന്നെ കേൾക്കുന്നവർ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു നിന്റെ പാപത്തിന് പരിഹാരമായി സ്വർഗമക്കളെ വെട്ടി ഭൂമി വന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്തു, പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു, അവൻ വരും എന്ന് അറിഞ്ഞ് ഈ ഭൂമി വെച്ച് തന്നെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തു വീണ്ടും ജന്മം പ്രാപിക്കണം. വീണ്ടും ജന്മം പ്രാപിച്ചിട്ട് നീ വിശുദ്ധിയിൽ ജീവിക്കണം. ഭയത്തിലും വിശുദ്ധിയിലും ജീവിച്ച് ശുദ്ധീകരണത്തോടെ ജീവിച്ച് കർത്താവിന്റെ വരവെങ്കിൽ നീ എടുക്കപ്പെടും എന്നുള്ള ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം. അങ്ങനെ വിശുദ്ധി ജീവിക്കുന്ന വിശുദ്ധന്മാരെയാണ് സ്വർഗം ചേർക്കുന്നത്. അല്ലേ, അവരാണ് സ്വർഗത്തിൽ വിശ്രമിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അല്ലാതെ എല്ലാ വേർപെട്ട കൂട്ടങ്ങളും അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇവിടെ കിടന്ന് എന്നെ കർത്താവി എന്ന് വിളിക്കുന്ന ഏവനുമില്ല സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ ദൈവരാജ്യം പ്രവേശിക്കുന്ന വാക്യങ്ങൾ ഞങ്ങളും പറയാറുണ്ട്, ക്രൈസ്തവരൊക്കെ പറയാറുണ്ട്. അവർ പറയും അല്ലെങ്കിൽ അവരത് അവരായിട്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് രക്ഷയിലെ മാനസാന്തരം ഏത് തോന്നിവാസം കാണിച്ചാലും അല്ലെങ്കിൽ ഇത് ചെന്നാലും പറയും അങ്ങനെയാണ്. എൻ്റെ സഭയിൽ ഒരു സഹോദരനുണ്ട് കേട്ടോ, വിശ്വാസത്തിലേക്ക് വന്നതാണ്. വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് പീഡ അനുഭവിക്കുക. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വലിയ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മക്കളോട് ചോദിച്ചെന്നെ പറയാം, നല്ലൊരു കുമ്പസാരം നടത്തി മടങ്ങി വരണം. എന്നാലും പറഞ്ഞു. ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ അതെന്ത് നല്ല, ഞാൻ ക്രൈസ്തവ സമൂഹത്തിൽ വന്നതാണല്ലോ, ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മക്കൾക്ക് മറുപടിയില്ല. അത് കഴിഞ്ഞുകൊണ്ട് അവരെ ഇനിയിപ്പോൾ അപ്പം മരിച്ചാൽ അപ്പനെ കൂടെ തെമ്മാടിക്കുഴിയിൽ അടക്കുന്നത്. അപ്പം ക്രൈസ്തവ സഭയ്ക്കകത്ത് തെമ്മാടിക്കുഴിയുണ്ട്. അല്ലെങ്കിൽ ക്രൈസ്തവരുടെ സഭയ്ക്കകത്ത് അവിടെ ശവക്കോട്ടയിൽ തെമ്മാടിക്കുഴിയുണ്ട്. എന്നാൽ ഞങ്ങളുടെ ശവക്കോട്ടയ്ക്ക് സെമിത്തേരിക്കകത്ത് തെമ്മാടിക്കുഴിയില്ല. അതാണ് എൻ്റെ പ്രത്യേകത. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ നീ തിരിച്ചറിയേണ്ടത് വേർപെട്ട കൂട്ടങ്ങളെ അടക്കം ചെയ്യുന്ന സെമിത്തേരിക്കകത്ത് തെമ്മാടിക്കുഴിയില്ല. അവിടെ അടക്കപ്പെടുന്ന വിശുദ്ധന്മാരാ. ആ വിശുദ്ധന്മാർക്കെല്ലാം ഉയർത്തെഴുന്നേക്കാൻ കഴിയും. ഹല്ലേലൂയ. ആ വിശുദ്ധിയോടെ ജീവിച്ചു മരിക്കുന്നവർക്ക്. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയുന്ന ശക്തമായി ദൂത്, ദൈവം നമുക്കൊരു ശബത്തനുഭവം വെച്ചിരിക്കുന്നത് 6 ദിവസം വേല ചെയ്ത് 7ാം നാളിൽ നമ്മൾ കർത്താവിനെ ആരാധിച്ച് ഭഗവത്പ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് നാം നിത്യവിശ്രമത്തിനുള്ള ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാനുള്ള ആഗ്രഹത്തിന് വേണ്ടി, ആ പ്രത്യാശയ്ക്ക് വേണ്ടി ദൈവസനെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ദാനിയേലിനോട് പറയാം, നീയോ പൊക്കിയുള്ളവാ, ലോകാവസാനത്തെങ്കിൽ നീ എഴുന്നേറ്റ് വരുമെന്ന്. ഹല്ലേലൂയ. ഈ പ്രത്യാശ നമുക്കൊക്കെ തന്നിരിക്കുന്നത് ഇവിടെ ക്രമീകരണമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ വായിച്ചല്ലോ, അല്ലെങ്കിൽ സ്തോത്രം നമ്മൾ വായിച്ചല്ലോ. ഇബ്രാഹിം ലേഖനം 4:9 എന്താണ് വീണ്ടും വായിക്കുന്നത്? അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ആകിയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു.
അതിൻ്റെ 10-11 വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ ദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. എത്ര ശ്രേഷ്ഠമായിട്ടാണ് വചനമൊക്കെ എഴുതി തരുന്നതല്ലേ എൻ്റെ ഏരിയ. ഈ വചനമൊക്കെ വായിക്കുന്നതുകൊണ്ട് ആത്മാവിനൊരു സന്തോഷം ഉണ്ടാകണം കേട്ടോ. രക്തം ചെയ്യും എന്ന് പറഞ്ഞാൽ അത്ര വിശ്വാസിയുടെ വിശ്രമം ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് വേലയാലാണല്ലോ. വിശ്വാസിയുടെ വിശ്രമം ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് വേലയാൽ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു, നമ്മുടെ പാപത്തിന് പരിഹാരം തന്നിരിക്കുന്നു, നമ്മുടെ പാപത്തെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മകനായി ദൈവത്തിൻ്റെ മകളായി തീർത്തു. ആ ഭൂമിയിലെ വിശ്രമം കഴിഞ്ഞ് ഇവിടുത്തെ വിശ്രമം കഴിഞ്ഞ് നമുക്ക് നിത്യതയിൽ ഒരു വിശ്രമമുണ്ട്. അത് നിത്യമായ വിശ്രമമാണ്. അവിടെ നമുക്ക് എത്തുവാൻ കഴിയും. അത് എങ്ങനെ പ്രാപിക്കാൻ കഴിയും? കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച സകല ജനങ്ങളും അവൻ്റെ വീണ്ടെടുപ്പ് വേലയിൽ ഉറച്ചു നിൽക്കണം. എന്താണ് വീണ്ടെടുപ്പ് വേല എന്ന് പറയുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് വേല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, രക്ഷിക്കപ്പെട്ടപ്പോൾ നാം പ്രാപിച്ച സ്വസ്ഥത അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് നിത്യതയിലാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ നാം പ്രാപിച്ച സ്വസ്ഥതയുണ്ടല്ലോ, അതിൻ്റെ പൂർണ്ണത എത്തുന്നത് നിത്യതയിലാണ്. അപ്പോൾ ആ നിത്യതയിൽ നമ്മൾ എത്തണമെങ്കിൽ കർത്താവിൻ്റെ വീണ്ടെടുപ്പ് വേലയിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കണം, നമ്മുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കണം. ജഡത്തിലെ ആത്മാവിനെ സകല കൺവെൻഷൻ നീക്കി തന്നെത്താൻ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അതുപോലെ കർത്താവ് യേശുക്രിസ്തു നമ്മെ ഏൽപ്പിച്ച സകല ദൗത്യങ്ങളും ആത്മഭാരത്തോടെ നഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സുവിശേഷം പങ്കുവെക്കണം. ജഡത്തിന്റെ പ്രവൃത്തികളെ ഉരിഞ്ഞുകളഞ്ഞ് ആത്മാവിന്റെ ഫലം ഏറ്റെടുത്തുകൊണ്ട് ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ച് കർത്താവിന് വേണ്ടി നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവന് വേണ്ടി നിൽക്കണം. ആർക്ക് വേണ്ടി? യേശു വേണ്ടി നിൽക്കണം. കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ വേലയിൽ നമ്മൾ ശക്തരായി മാറണം. ലോകമെമ്പാടും കോടാനുകൂടി ജനം പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു, ശാപത്തിൽ മരിക്കുന്നു. ദുരാത്മകൾ ഭൂതാത്മാക്കളും കൂടെ കൂടി വ്യാജാത്മാക്കളും കൂടി ജനത്തെ മുഴുവൻ ഞെരുക്കുകയാണ്. ജനത്തെ ഞെരുക്കി അവൻ്റെ ആത്മാവിനെ വിവിധ തലത്തിൽ അപകടത്തിൽപ്പെടുത്തി മനുഷ്യനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച് മനുഷ്യൻ തമ്മിലടിച്ച് കലഹിച്ചു വർഗീയതയും കലാപങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഭീകരവാദം സൃഷ്ടിച്ച് തീവ്രവാദമൊക്കെ ഉണ്ടാക്കി മനുഷ്യൻ തമ്മിലടിച്ച് മരിക്കുവാൻ വേണ്ടി സാത്താൻ ഒരുപാട് പ്രേരണ മനുഷ്യഹൃദയങ്ങൾ കൊടുത്ത് ലോകവുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവം നമ്മളിവിടെ നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ കർത്താവിൻ്റെ വീണ്ടെടുപ്പ് വേലയിലേക്ക് വന്നിട്ട് നിന്നെ ഏൽപ്പിച്ച സുവിശേഷം നീ പറഞ്ഞുകൊണ്ട് ലോകമാണ് നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കേരളത്തിലും ഭാരത ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ഉരുവാകുവോളം പ്രസവവേദനപ്പെടുന്ന പ്രാർത്ഥന, സ്ത്രീകൾ പ്രസവവേദനപ്പെടുന്നത് പോലെ നീ ആത്മാക്കളുടെ വീണ്ടും ജനത്തിന് വേണ്ടി നീ പ്രസവവേദനപ്പെടുന്ന സ്ത്രീയെ പോലെ പ്രാർത്ഥനയെ നീ ഉറ്റിരിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവർക്കൊരു നിത്യത, അവർക്കൊരു വിശ്രമം ദൈവം വെച്ചിട്ടുണ്ട്. അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് വേലയിൽ അവൻ വ്യാപൃതനായി മാറിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ അവന് നിത്യത കിട്ടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇവിടെ കാണുന്നുണ്ട്, ദൈവത്തിന്റെ സ്വസ്ഥത അനുഭവത്തിൽ പുത്രൻ മുഖാന്തരം നമുക്ക് പ്രവേശനം പ്രാപിച്ച് നാം പ്രാപിക്കാൻ പോകുന്ന ആ ശബത്താനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഉൾപ്പതയോടെ ദൈവത്തിന് അർപ്പിച്ച് ജീവിക്കണം. കർത്താവ് നമുക്ക് ആ സ്വസ്ഥത വരുത്തിയുണ്ട്. അത് നമ്മൾ ആത്മാവിൽ കണ്ടുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. എന്നിട്ട് നമ്മുടെ നിത്യമായ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന താൽക്കാലികമായ സ്വസ്ഥതയാണ്. ആ താൽക്കാലികമായ സ്വസ്ഥതയിൽ നമുക്ക് പൂർണ്ണ സ്വസ്ഥതയെ ദൈവം തരാൻ പോകുകയാണ്. ആ പൂർണ്ണ സ്വസ്ഥത ഒന്നുകിൽ നമ്മുടെ മരണം കൊണ്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് കൊണ്ട് നമുക്ക് നിത്യതയിൽ അത് പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേൽ വൃത്തനായി മരണത്തോട് അടുത്തപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ അടുക്കൽ വന്ന് പറയുക, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അല്ലെ? അതേപോലെ ധനവാന്റെയും ലാസറിന്റെയും ചരിത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നോക്കൂ, ലാസർ ദരിദ്രനായിരുന്നാലും അവൻ ഭക്തനായിരുന്നു. അവൻ ഭൗമിക ജീവിതത്തിൽ പല വേദനകളും രോഗങ്ങളും പോരായ്മകളും സഹിച്ചുവെങ്കിലും വിശ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ.
നമ്മൾ ലൂക്കോസ് സുവിശേഷം 16 ധനവാനില്ലാസം. ധനവാൻ എന്ന് പറഞ്ഞാൽ മോടിയുള്ള വസ്ത്രം ധരിച്ച്, പട്ടുവസ്ത്രം ധൂമ്രവസ്ത്രം ധരിച്ച് അവൻ ആഡംബരത്തോടെ ആമ ഓരോ ദിവസം സുഖിച്ച് ജീവിച്ചു. എന്നാൽ അവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൾ പോലും അല്ലരിയ ആമ കിട്ടാതെ അവൻ്റെ ശരീരത്തെ മൃഗങ്ങൾ നായ്ക്കൾ നക്കി എന്നൊക്കെ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നില്ലേ? അല്ലരിയ അവൻ അങ്ങനെയൊക്കെ ജീവിച്ചെങ്കിലും അവരിവിടെ സുഖസന്തോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. പട്ടുമെത്തിയും പട്ടുവസ്ത്രങ്ങളും ധൂമ്രവസ്ത്രങ്ങളൊന്നും ആമൻ ലാസന്നില്ലായിരുന്നു. അവൻ വ്രണം പിടിച്ചവനായിരുന്നു. ആമൻ ധനവാന്റെ മേശിൽ അപ്പനുറുക്കൾ പോലും കിട്ടുന്നില്ലായിരുന്നു. എന്നിട്ടും അവനൊരു ഭക്തനായി ജീവിച്ചു. ഹല്ലേലൂയ. അവനൊരു ഭക്തനായി ജീവിച്ചുകൊണ്ട് അവൻ മരണപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? അവൻ നിത്യവിശ്രമത്തിനായി അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. പ്രൈസ് ലോർഡ്. എന്നാൽ ഈ ധനവാൻ എന്താ ചെയ്തത്? ധനവാൻ പാപം ചെയ്തിട്ടില്ല. അവൻ പാപം ചെയ്തുകൊണ്ടല്ല നരകത്തിലേക്ക് പോയത്. ധനവാൻ ഈ ഭൂമി വെച്ച് ജീവിച്ചപ്പോൾ അവന്റെ ധനത്തിൽ സന്തോഷിച്ചു, ധനത്തിൽ പ്രത്യാശിച്ചു. അവന് ദൈവമില്ലായിരുന്നു, ദൈവവിശ്വാസമില്ലായിരുന്നു. അവൻ ആഡംബര വസ്ത്രം ധൂമ്രവസ്ത്രം ധരിച്ച് ഓരോ ദിവസം സുഖിച്ച് കുളിച്ചു നടന്നു. അതുകൊണ്ട് ധനവാനും മരിച്ചു. ധനവാൻ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? യാതന സ്ഥലത്തേക്ക് പോയി. ഇപ്പൊ യാതന സ്ഥലത്ത് ധനവാൻ കിടന്ന് അല്ലെങ്കിൽ നിത്യത വിശ്രമിക്കുകയല്ല, സ്വസ്ഥത അനുഭവിക്കുകയല്ല. യാതന സ്ഥലം എന്ന് പറയുമ്പോൾ എല്ലാ ചെകുത്താന്മാരും ഉള്ള സ്ഥലമാണ് കേട്ടോ. അല്ലേരിയ. അപ്പം ലാസർ അല്ലേരിയ ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. അല്ലേരിയ. ധനവാനോ യാതന സ്ഥലത്തേക്ക് അവിടെ കരച്ചിലും പല്ലുകടിയുക. ഇനി കർത്താവ് ന്യായം വിധിക്കുന്ന നാളിൽ അല്ലേരിയ സ്തോത്രം യാതന സ്ഥലത്ത് കിടക്കുന്ന സകല ജനങ്ങൾ നിത്യ നരകത്തിലേക്ക് കിടാത്ത തീയും ചാകാത്ത പുഴുവുള്ള ആ ഗർത്തത്തിലേക്ക് വീഴാൻ സമയമായിരിക്കുന്നു. അധികം നാളുകൾ ഇനിയില്ല. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമുക്കൊരു ശബത്തനുഭവം വെച്ചിട്ടുണ്ട് ദൈവം. അതുകൊണ്ട് ഈ ഭൂമി ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവ് നിത്യമായ ശബത്തിലെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഇവിടെ വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. ഈ ലാസറിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് വളരെ പഠിക്കാനുണ്ട്. പുള്ളി എത്ര ഭക്തനായിട്ട് ജീവിച്ചു. അപ്പോൾ ഒരുപാട് രോഗങ്ങളും വേദനകളും സഹിച്ചുവെങ്കിലും വിശ്രമത്തിലേക്ക് പ്രവേശിച്ചവൻ അബ്രഹാമിന്റെ മടിയിൽ ആശ്വസിപ്പിക്കപ്പെട്ടവനായി അവൻ മാറി. അബ്രഹാമിന്റെ മടിയിൽ ആശ്വസിപ്പിക്കപ്പെട്ടവരായി മാറി. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് നിത്യതയിൽ എത്തുമോ? ഹല്ലേലൂയ. ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് നിത്യതയിൽ എത്തണമെങ്കിൽ നീ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആത്മരക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ പറയട്ടെ, മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പിന്നെയും യാമയും പ്രാർത്ഥനയും അമ്മയും അവർക്ക് വേണ്ട കർമ്മങ്ങളും ആചാരങ്ങളും ചെയ്ത് ആ മനുഷ്യനെ കല്ലറയിൽ നിന്ന് ശുദ്ധീകരിച്ച് നിങ്ങൾ സ്വർഗത്തിലേക്ക് വിടാൻ ശ്രമിക്കാതെ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിത്യമായ ശബത്തിന്റെ സ്വസ്ഥത പ്രവേശിക്കാൻ കഴിയണമെന്നുള്ള തിരിച്ചറിവോടെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും ജനനം പ്രാപിക്കണമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. മരിച്ചതിന് ശേഷം നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പ്രൈസ് ലോർഡ്. മരണശേഷം നമുക്കൊന്നും അറിയത്തുമില്ല. മരണാനന്തരം നമ്മളെക്കുറിച്ച് ആരെന്തെല്ലാം ചെയ്താലും നമുക്കൊരു മോചനവുമില്ല. ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടത്, പാപത്തിന് ശുദ്ധീകരണം വരുത്തേണ്ടത്. പാപത്തിന് ശുദ്ധീകരണം വരുത്തിക്കൊണ്ട് നിത്യമായി വിശ്രമത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ എനിക്ക് കഴിയുള്ള പ്രത്യാശ നിനക്കുണ്ടാകണം. അല്ലെങ്കിൽ ഇവിടെ ധനവാൻ ജീവിച്ച് മരിച്ച് യാതന സ്ഥലത്ത് എന്നതുപോലെ നിങ്ങളിവിടെ ധനവാന്മാരായിട്ട് ജീവിച്ച് മരിച്ച് യാതന സ്ഥലത്ത് ചെല്ലും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിനക്കൊരു സ്വസ്ഥതയെ ദൈവം തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു സ്വസ്ഥത തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തി, ഒരുപാട് വേദനപ്പെടുന്നു, സങ്കടപ്പെടുന്നു, സാമ്പത്തികമായിട്ടും ആത്മീയമായും ഭൗതികമായും എല്ലാ നിലയിലും. അതുപോലെ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്നതാണ്. നിങ്ങൾ പറയും എനിക്കൊരു സ്വസ്ഥതയില്ലെന്ന് പറയും. ചിലരോട് ചോദിച്ചാൽ എനിക്ക് ഒരു സ്വസ്ഥതയില്ല. അതെ, നിങ്ങൾക്കൊരു സ്വസ്ഥതയില്ലെങ്കിലും അങ്ങനെയൊക്കെ ഈ ഭൂമി നമുക്ക് കഷ്ടങ്ങളുണ്ട് കേട്ടോ. ആ കഷ്ടത്തിന് നടുവിൽ ദൈവം നിനക്കൊരു ശബത്തനുഭവം വെച്ചിട്ടുണ്ട്. 6 ദിവസം നീ പണിയെടുത്തിട്ട് 7ാം ദിവസം കർത്താവിന് സന്നിധിയിൽ വന്ന് അവനെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ നീ അനുഭവിച്ച നൊമ്പരങ്ങളും വേദനകളും എല്ലാം മാറി വീണ്ടും ആ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് നിനക്ക് മടങ്ങി വരുവാൻ കഴിയും. അതുകൊണ്ട് നീ സമായോഗത്തെ ഉപേക്ഷിക്കരുത്. അല്ലെങ്കിൽ സഭായോഗത്തെ ഉപേക്ഷിച്ച് ടൂറിന് പോകരുത്. സഭായോഗത്തെ ഉപേക്ഷിച്ച് കല്യാണത്തിന് പോകരുത്. സഭായോഗത്തെ ഉപേക്ഷിച്ചിട്ട് മറ്റൊന്നിന് നീ പോകരുതെന്ന്. സഭായോഗത്തെ ഉപേക്ഷിച്ചിട്ട് ഒരാചാരങ്ങൾക്ക് നീ പോകരുതെന്ന്. അല്ലേരിയ. സഭായോഗം എന്ന് പറയുന്നത് നമുക്ക് വിലപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായതും വിലപ്പെട്ടതും ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൂടിവരവ് സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് തന്ന ശബത്തനുഭവം, ഭൂമി വിശ്രമിക്കാൻ തന്നിരിക്കുന്ന 6 പണി കഴിഞ്ഞ് 7 അവന്റെ സന്നിധിയിൽ വന്നിരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് ഹൃദയത്തിനകത്ത് ആത്മാവിനകത്ത് ആ സ്വസ്ഥത ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്.
പ്രൈസലോ ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലേക്ക് വരണേ. അതാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? ആമേ ദൈവത്തിന്റെ സ്വസ്ഥാനുഭവത്തിൽ പുത്രൻ മുഖായന എന്ന പ്രവേശനം പ്രാപിച്ച നാം ആമെ പ്രാപിക്കാൻ പോകുന്ന ശബത്താനുഭവത്തെ മുൻകണ്ടുകൊണ്ട് സൂക്ഷ്മതയോടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്നാണ് പൗലോസ് നമുക്ക് ഈ വാക്യത്തിലൂടെ ആമയൊക്കെ ആലോചന തരുന്നത്. പ്രൈസലോ ഹല്ലേലൂയ. അപ്പൊ ഈ സ്വസ്ഥതയിൽ നമ്മൾ നിന്നാൽ നമുക്ക് സന്തോഷിപ്പാൻ ഏറെ ഭാഗ്യമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ ഒരുപാട് പ്രശ്നമുണ്ട്. കർത്താവ് തന്നെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന യോഹന്നാൻ 10:33. അപ്പൊ ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും കഷ്ടമുണ്ട്. ആ കഷ്ടതയെ നമുക്ക് അതിജീവിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിച്ചു, സഹോദരന്മാർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി നിന്നിട്ടും ഈ രോഗത്തിലായി എന്ന്. ഹല്ലേലൂയ. എന്നോട് സഹോദരൻ ചോദിച്ചു, എന്താ വർഷം ഞാൻ ഇത്രമാത്രം കർത്താവിന് വേണ്ടി വേല ചെയ്ത് അധ്വാനിച്ചു, പണം കൊടുത്തു, ആമേ കർത്താവിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തു, പക്ഷെ എനിക്ക് ഈ രോഗം വരാൻ കാരണം. ഹല്ലേലൂയ, സ്തോത്രം. അവരോടൊക്കെ എന്ത് മറുപടി പറയാനാ? വിശ്വാസിയെ ചോദിച്ചത്, എന്താ എനിക്ക് രോഗം വന്നു? ഞാൻ അദ്ദേഹത്തോട് എന്നിട്ടും സൗമ്യമായി ഭാഷയിൽ പറഞ്ഞു, മനുഷ്യൻ ജഡത്തിൽ വസിക്കുന്നവനാ. ജഡത്തിൽ വസിക്കുന്നവനായതുകൊണ്ട് ലോകത്തിൽ നമ്മൾ ജീവിക്കും കഷ്ടമുണ്ട്. ശരീരത്തിനകത്ത് രോഗമുണ്ട്, ജഡശരീരത്തിൽ പാപമുണ്ട്. എത്ര വിശുദ്ധിയോട് ജീവിച്ചാലും സാത്താൻ പല പ്രലോഭനങ്ങൾ കൊണ്ടെത്തും. നമ്മൾ അറിയാതെ കൂടി നമ്മുടെ വാക്കുകൊണ്ട് പാപം ചെയ്യുമ്പോൾ അതിൻ്റെ പരിണിതഫലം ജഡത്തിൽ കഷ്ടമായിട്ട് മാറും. ഒരുപക്ഷെ രോഗമാകാം, ബന്ധനങ്ങളാകാം, വിവിധ പ്രതിസന്ധികളായിരിക്കാം. അങ്ങനെ ഈ കഷ്ടതയുണ്ടെങ്കിലും അതിൻ്റെ നടുവിലെ സ്വസ്ഥതയുടെ അനുഭവം പ്രാപിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് രോഗം വന്നെന്ന് ചോദിക്കരുത്. സകല മനുഷ്യർക്കും രോഗമുണ്ട്. ഞങ്ങൾക്കെല്ലാം രോഗമുണ്ടെന്നേ. ചില പറയുമ്പോൾ അല്ലെ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ രോഗം. ഞങ്ങൾക്ക് രോഗം, ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യൻ. ഈ ജഡമല്ലേ നമ്മുടെ ഉള്ളിൽ നമ്മൾ വസിക്കുന്നത്. ജഡത്തിൽ പ്രശ്നമുണ്ട്, അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തിരിച്ചറിയാൻ കഴിയാത്തവരാ പലരും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മളെ സ്നേഹിത, ഇവിടുത്തെ കഷ്ടത മാറി, ഇവിടുത്തെ സങ്കടം മാറി, ഇവിടുത്തെ ദുഃഖം മാറി. ആമേ നിത്യമായ സ്വർഗത്തിൽ നിനക്ക് എത്തുന്ന ഒരു ദിവസമുണ്ടെന്ന് വചനം പറയുക. നിത്യജീവിതത്തെ സാമ്യപ്പെടുത്തി നോക്കിയാൽ ഭൗമിക ജീവിതകാലം വളരെ വളരെ കുറവാണ്. നിത്യത നമ്മൾ സമയപ്പെടുത്തുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതം ഈ ഭൂമിയിലെ ലൗകിക ജീവിതം വെറും താൽക്കാലികമായി 70 അല്ലെങ്കിൽ 80, ഒരുപക്ഷെ 100 പോയേക്കാം. എന്നാൽ നിത്യത എത്രയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിത്യതയോളം കോടാനുകൂടി വർഷങ്ങൾ നമ്മൾ ആ നിത്യത സ്വസ്ഥത അനുഭവിക്കാൻ പോവുകയാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. അതുകൊണ്ടാണ് നിത്യജീവിതത്തെ സാമ്യപ്പെടുത്തി നോക്കിയാൽ ഭൗമിക ജീവിതകാലം വളരെ കുറവാണ്. എന്നാൽ ഈ അല്പകാല ജീവിതത്തിൽ തന്നെ വിശ്രമത്തിന്റെ വഴിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നിരന്തരം കർത്താവിന്റെ സന്നിധി വിശ്രമിക്കുന്നുവെന്ന കാര്യം ചെയ്യുക. അപ്പം ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ നിത്യത മുഴുവൻ നമ്മൾ സ്വസ്ഥത അനുഭവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് നല്ല പ്രതീക്ഷയോടെ ഈ ഭൂമിയിൽ നമുക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയും. എല്ലാം നമ്മളിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായം അതിന്റെ 15, 17 വാക്യം, 15, 16, 17 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വസ്ഥതയില് നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹാഭാഗ്യമാണ്. ഹല്ലേലൂയ. എന്താണ് കർത്താവ് പറയുന്നത്? അവർ രാപ്പകൽ ദൈവത്തിന്റെ ആലയത്തിന് ഇരുന്ന് ആരാധിക്കും. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ നമുക്ക് കൂടാരമായിരിക്കുമെന്ന് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇനി അവർക്ക് വിശക്കത്തില്ല. സ്വർഗത്തിൽ നിത്യതയില്ല, നമുക്ക് വിശക്കത്തില്ല. ഈ ഭൂമി നമുക്ക് വിശപ്പുണ്ട്, ഈ ഭൂമി നമുക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്. അതുകൊണ്ട് കർത്താവ് അവിടെ നിങ്ങൾക്ക് വിശക്കത്തില്ല, ദാഹമില്ല, യാതൊരു വെയിലും ചൂടും നമ്മുടെ മേൽ തട്ടത്തില്ല. ഇവിടെ വേനൽക്കാലമായി കഴിഞ്ഞാൽ പിന്നെ സൂര്യന്റെ ചൂട് കൂടി കഴിഞ്ഞാൽ പലരും സൂര്യാഘാതം മുഖാന്തരം മരണപ്പെടുന്നു, പൊള്ളലേക്കുന്നു. നമ്മൾ ഈ കഠിനമായ ചൂട് കൊണ്ട് ദാഹിച്ചു വേണം വേല ചെയ്ത് ജീവിക്കുവാൻ. ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. എന്നാൽ നാം നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വെയിലും ചൂടൊന്നുമില്ല, വിശപ്പില്ല, ദാഹമില്ല. ഹല്ലേലൂയ. കുഞ്ഞാട് നമ്മുടെ മധ്യേ വസിച്ചുകൊണ്ട് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നമ്മെ നടത്തും. അവിടെ നമുക്ക് കണ്ണുനീരില്ല,
ആമേൻ. വലിയ മുറവിളിയില്ല. നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അത് ഇവിടെ നമുക്ക് കണ്ണുനീരുണ്ട്, ഇവിടെ നമുക്ക് കഷ്ടതയുണ്ട്, ഇവിടെ നമുക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഇവിടെ നമുക്ക് വെയിലും ചൂടും എല്ലാം ഉണ്ട്, കഠിനാധ്വാനമുണ്ട് ശ്രോതാവി. എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു നിത്യത ദൈവം നമുക്ക് തരാൻ പോകുന്നു. ആമി വിശപ്പില്ലാത്ത, ദാഹമില്ലാത്ത, ഹല്ലേലൂയ, ആമി സ്തോത്രം, കണ്ണുനീരില്ലാത്ത, കണ്ണുനീർ തുടച്ചു കളഞ്ഞ് ജീവജലത്തിന്റെ നടുവിലേക്ക് നമ്മെ നടത്തിക്കൊണ്ട് നമ്മെ അനുദിനം നമ്മെ പോറ്റി പുലർത്തും, നമ്മെ പരിപാലിക്കുന്ന നിത്യമായ സ്വർഗ്ഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിന്റെ അരികിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയണം. ആ ശബത്തനുഭവത്തെ, ആ സ്വസ്ഥതയെക്കുറിച്ച് വേണം നമുക്ക് ചിന്തിപ്പാൻ കഴിയേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ എന്തെല്ലാം വാരിക്കൂട്ടിയുണ്ടാക്കി, എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും അതെല്ലാം താൽക്കാലികമാണ് ശ്രോതാവേ. ഇവിടെ നീ എന്തെല്ലാം അവാർഡുകൾ വാങ്ങിയാലും, എന്തെല്ലാം പുരസ്കാരങ്ങൾ വാങ്ങിയാലും, എന്തെല്ലാം പേരും പ്രശസ്തി എടുത്താലും, ഹല്ലേലൂയ, ഇവിടെ ഞാൻ പറയട്ടെ, നമ്മുടെ ഭാരതത്തിൽ പത്മഭൂഷൺ വാങ്ങിയാലും, പത്മശ്രീ വാങ്ങിയാലും, നവരത്ന വാങ്ങിയാലും, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കിരീടങ്ങളുണ്ടല്ലോ നമുക്ക് ഉന്നതന്മാർക്ക് കൊടുക്കുന്നത്. അതെല്ലാം നമ്മൾ വാങ്ങണം. നിങ്ങൾക്ക് ലഭിക്കുന്നതൊക്കെ നിങ്ങൾ വാങ്ങിക്കൂ. അതൊക്കെ സർക്കാർ നിങ്ങളുടെ വേലയ്ക്കനുസരിച്ച്, നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന പുരസ്കാരങ്ങളാണ്. നിങ്ങളെ അല്ലെങ്കിൽ മാനിക്കുന്നതാണ്. അതൊക്കെ വാങ്ങിയാലും ഈ ഭൂമി വെച്ച് തന്നെ മരണാനന്തരമുള്ള നിത്യതയെക്കുറിച്ച്, അസ്വസ്ഥതയെക്കുറിച്ച് തിരിച്ചറിയണം. അപ്പൊ ഈ ഭൂമിയിൽ ഇതൊക്കെ നിങ്ങൾ പ്രാപിച്ചാലും സ്വർഗത്തിലുള്ള സ്വസ്ഥതയിൽ നീ പ്രവേശിക്കുവോ ശ്രോതാവേ? എന്നെ കേൾക്കുന്ന സഹോദര, നീ സ്വർഗത്തിലുള്ള സ്വസ്ഥതയിൽ പ്രവേശിക്കുവോ? അവിടെ വിശപ്പില്ല, ദാഹമില്ല, ചൂടില്ല, വെയിലില്ല, അവിടെ കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞ് നമ്മുടെ ജീവജലത്തിന്റെ നടുവിലേക്ക് നമ്മെ നടത്തുന്ന യേശുവിനോടൊപ്പം ജീവിക്കാൻ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. അതാണ് വെളിപ്പാട് പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അല്ലെ, അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവരെ ആരാധിക്കുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് രാപ്പകൽ അവരെ ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊക്കെ നമുക്കൊരു സന്തോഷമുള്ള ജീവിതമല്ലേ, ഒരാനന്ദമുള്ള ജീവിതമല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവമാർഗത്തെക്കുറിച്ച് മനസ്സിലാക്കണം. സത്യവും ജീവനുമായി ക്രിസ്തുവിനെ മനസ്സിലാക്കണം. ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ജീവിതം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മരണം എന്താണ്, മരണാനന്തര ജീവിതം എന്താണ്, മരണത്തെക്കുറിച്ച് നിനക്ക് ബോധ്യം. മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് എവിടെ, മരണാനന്തരം നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നീ തിരിച്ചറിഞ്ഞിട്ട് ആ വിശ്രമത്തിലേക്ക് നീ പ്രവേശിക്കണം. ഇവിടെ നമ്മൾ ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വീണ് മരിച്ചാൽ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ അകപ്പെട്ട് ഈ ലോകപ്രകാരം ജീവിച്ചാൽ മരണാനന്തരം നിനക്ക് കിട്ടാൻ പോകുന്ന നിത്യമായ നരകമാണ്. അവിടെ കരച്ചിലും പല്ലുകടിയും മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനേ, മരണം കൊണ്ട് നിന്നെ ഈ ഭൂമിയിൽ നിന്ന് വേർതിരിക്കുമ്പോൾ നീ നിത്യമായ ദൈവരാജ്യ സ്വർഗത്തിൽ സിംഹാസനത്തിരിക്കുന്ന കർത്താവിനെ പാടി ആരാധിക്കും. അവിടെ നിനക്ക് വിശപ്പില്ല, ദാഹമില്ല, കണ്ണുനീരില്ല, വെയിലില്ല, ചൂടില്ലെന്ന് ഞാൻ വായിച്ചല്ലോ. അതെ, നീ അനുഭവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനമായി ക്രിസ്തുവിനെ നിങ്ങൾ അനുഗമിക്കണം. അവനാണ് ഇഹത്തിലും ഭരത്തിലും നിങ്ങൾക്ക് വിശ്രമം നൽകുന്നവൻ. ഈ ലോകത്തിലും സ്വർഗത്തിൽ നിങ്ങൾക്ക് വിശ്രമം നൽകുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനെ നിഷേധിക്കുവാൻ ആർക്കും കഴിയത്തെ സത്യവേദ പുസ്തകം വെളിപ്പെടുത്തുന്നു. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നതാണ്. മാനവകുലത്തിന്റെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്ത് ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ അടക്കപ്പെട്ട് 3-ാം നാൾ കല്ലറകളെ ഭേദിച്ച് ഉയർത്തതിന്റെ 40 നാൾ ശിഷ്യന്മാർ പ്രത്യക്ഷ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥ അവൻ വരും മധ്യാകാശത്തിൽ താമസിയാതെ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. അതെ, നമ്മൾ കർത്താവിലൂടെ നിത്യവിശ്രമ അസ്വസ്ഥത അനുഭവിക്കുവാൻ ഇവിടെ വെച്ച് തന്നെ തീരുമാനമെടുത്ത ക്രിസ്തുവിനെ നീ അനുഗമിക്കണം. അതുകൊണ്ട് ഇഹത്തിലും പരത്തിലും നിങ്ങൾക്ക് വിശ്രമം നൽകുന്നവൻ യേശുവാ. ആകിയാൽ ദൈവജനങ്ങൾക്ക് വിശ്രമിക്കുവാനുള്ള കാലം ഇനിവയിൽ വരുന്നതായിരിക്കും. വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങൾക്ക് വിശ്രമിക്കുവാനുള്ള ഒരു കാലം ഇനി കർത്താവ് തരാൻ പോകുകയാണ്. എന്നാൽ വീണ്ടെടുപ്പ് പ്രാപിക്കാതെ ഈ ലോകത്തിന്റെ പാപസുകൾ ഭരിക്കുന്ന മനുഷ്യൻ അവന്റെ നിത്യത മുഴുവൻ കരച്ചിലും പല്ലുകടിയുമുള്ള നരകത്തിലായിരിക്കും. സ്വസ്ഥത കിട്ടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വെളിപ്പാട് പുസ്തകം പറയുന്ന 14:13 ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: ഞാൻ സ്വർഗത്തിൽ ശബ്ദം കേട്ടു, അത് പറഞ്ഞ് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അത് അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു.
അതെ, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാരൊക്കെ ഭാഗ്യവാന്മാരാ. അവർ തങ്ങളുടെ വേല തീർത്ത് അവർ വിശ്രമിക്കുകയെന്ന അത് ഇപ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്ന വിശുദ്ധന്മാരൊക്കെ വിശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകരം എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നാം പാപത്തെ വിട്ട് മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന സ്വഭാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പാപത്തെ വിട്ട് പാപജീവിതം വിട്ട് മടങ്ങി വന്ന് നിന്റെ ആത്മാവിൽ അല്ലെങ്കിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. എബ്രായ ലേഖനം 4:9 ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവിച്ചിരിക്കുന്നു, ഒരു വിശ്രാമം വെച്ചിരിക്കുന്നു, ഒരു സ്വസ്ഥത വെച്ചിരിക്കുന്നു. ഈ ഭൗമിക ജീവിതത്തിൽ നമുക്ക് വിശ്രമമുണ്ട്. അത് താൽക്കാലികമാണ്, അത് കഷ്ടപ്പാടുകളുള്ളതാണ്, ദുരിതങ്ങളുള്ളതാണ്. എന്നാൽ നമുക്ക് നിത്യതയുടെ പൂർണ്ണയിലെത്തുമ്പോൾ അവിടെ കഷ്ടതയില്ലാത്ത ഒരു സ്വസ്ഥത. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ശ്രോതാവേ, ഈ ലോക പാപസുഖങ്ങളിൽ നീ മരിച്ച് നിത്യ നരകത്തിലേക്ക് പോകാതെ അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ടാണ് ഇബ്രാഹിം 4:1 പറഞ്ഞത്, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ദൈവത്തെ ഭയപ്പെടണം. അതുകൊണ്ട് കണ്ണുകൾ അടച്ചാട്ട് മരിച്ചാൽ നീ അസ്വസ്ഥതയിലുണ്ടാകുമോ, നിത്യതയിലുണ്ടാകുമോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നീ യേശുവിൻ്റെ ഹൃദയം കൊടുത്ത്, കർത്താവി, എൻ്റെ മരണാനന്തരം അഥവാ അങ്ങയുടെ വരവിനോടുകൂടി ആ സ്വർഗരാജ്യത്തിൽ നിത്യത സ്വസ്ഥത അനുഭവിപ്പാൻ, അങ്ങയോടൊപ്പം ഞാനുമായിരിക്കാൻ എന്നെ കൂടെ ചേർക്കണമേ. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ അങ്ങേക്കേ കഴിയുള്ളൂ. ഞാനത് അങ്ങയോട് ഏറ്റു പറയുന്നു. എനിക്ക് ശുദ്ധീകരണം നൽകുന്ന അവിടുത്തെ മകളായി എന്നെ ചേർക്കണമേ. ഈ ഭൂമിയിൽ എനിക്ക് സ്വസ്ഥം നൽകണമെന്ന് പറഞ്ഞതിനോട് പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങളോട് കോടി ജന തലമുറകൾക്കായി എണ്ണത്തിൽപ്പെടാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യത്തിൽ ബാല്യത്തിൽ കൗമാരത്തിൽ യുവനത്തിൽ വാർത്തയിൽ നിരാനുഭവത്തിൽ അശരണ യാച കോർപ്പന ചോള തടവറയിലായിരിക്കുന്ന എല്ലാ ഫറാദിവന്മാരെയും ന്യായാധിപന്മാരെയും എൻ്റെ ക്രമസമാധാന പാലകരെയും ആമേ മത സാമൂഹിക മാധ്യമ വീഡിയോ രംഗം സൈനിക അടക്കമുള്ള എല്ലാ ജനത്തെയും, എല്ലാ ഗോത്രവിഭാഗങ്ങളും, എല്ലാ ദ്വീപവാസികളും, ലോകമെമ്പാടുള്ള 800 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, മനുഷ്യ ഭൂമിയിൽ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് നിത്യ നരകത്തിൽ പോയി കിടാത്തതയും ചാകാത്തമുള്ള പുഴുമുള്ള അവിടെ കർത്താവി കടതീര് കരച്ചിലൂടെ കടന്നു പോകാതെ ഈ ഭൂമി വെച്ച് തന്നെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തി കർത്താവി ഒന്നിൽ മരണമുണ്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവുകൊണ്ട് നിത്യമായി സ്വർഗത്തിൽ സ്വസ്ഥത വിശ്രമത്തിനായി ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ജനങ്ങളും പാപം വിട്ട് മടങ്ങി വന്ന് അസ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ ജനത്തെ ഒരുക്കണമേ. എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കും. കേരളം ആമി വളരെ ദുരന്തത്തിലൂടെ പ്രളയത്തിലൂടെ കടന്നുപോയി. ആമി ഭാരതം കടന്നു, ലോകരാജ്യങ്ങൾ കടന്നു പോകുന്നു. അതിൻ്റെ നടുവില് കർത്താവി ജനം സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ ഏത് സമയത്ത് മരണം വരും, ഏത് സമയത്ത് മരണം എടുക്കും, എപ്പോഴാണ് അപകടം വരുന്ന അറിയില്ല. അതുകൊണ്ട് ജീവിക്കുമ്പോൾ കർത്താവി സ്വസ്ഥതയിൽ ആമി പ്രവേശിപ്പാനുള്ള വാഗ്ദത്തത്തെ പ്രാപിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ സകല ജനത്തെ ഒരുക്കണമേ. ഇന്ന് ലോകം നടക്കുന്ന വിശുദ്ധമായ കൂട്ടായ്മകളെ അനുഗ്രഹിക്കണമേ. വ്യത്യസ്ത സമയങ്ങളിൽ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ആ പ്രത്യാശ സ്വസ്ഥത പ്രവേശിക്കും ആനന്ദ പ്രത്യാശ കൊടുക്കണം, സകല മുഖത്ത് കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.